ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ട്രാവൽ വ്ളോഗും ഫാമിലി വ്ളോഗും ഒക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണേ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലുലു മാളിലോട്ടാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ലുലു മാൾ പുതുതായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്തും പാലക്കാടും കോഴിക്കോടും എല്ലായിടത്തും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടെയൊക്കെ എങ്ങനെയൊക്കെ തുടങ്ങിയാലും നമ്മുടെ കൊച്ചിയിലെ ലുലു മാൾ കഴിഞ്ഞ ബാക്കി എന്തുള്ളൂ. നമ്മളെ മാൾ എന്താണെന്നുള്ളത് കാണിച്ചു തന്നത് നമ്മുടെ കൊച്ചിയിലെ ലുലു മാളാണ്. ഞങ്ങളുടെ ജീവിതത്തിലും ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കയറുന്നൊരു മാളും ഇത് തന്നെയാണ് കേട്ടോ, ലുലു മാൾ തന്നെയാണ്. ഞങ്ങൾ കല്യാണത്തിന് ശേഷം 2018 ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫാമിലി ആയിട്ട് വന്നതും ആദ്യമായിട്ട് ഞങ്ങളൊരു മാളിലോട്ട് കയറുന്നതും നമ്മുടെ കൊച്ചിയിലെ ലുലു മാൾ തന്നെയാണ്. അതിനുശേഷം ഞാൻ 2 വർഷം മുന്നേ എൻ്റെ ജോലിയുടെ സംബന്ധമായിട്ട് ഞാൻ കൊച്ചിയിലോട്ട് മാറിയതിന് ശേഷം പിന്നെ പല ആവർത്തിയും പലതവണ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ട്. എത്ര വട്ടം പോയാലും നമുക്കൊരു മടുപ്പില്ലാത്തൊരു ഏരിയ ആണത്. പ്രത്യേകിച്ച് കൊച്ചുങ്ങൾക്ക് മുകളിൽ കളിക്കേണ്ട ഒരു പ്ലേ ഗ്രൗണ്ട് ഏരിയ ഉണ്ടാവുകൊണ്ട് തന്നെ അവനും അങ്ങോട്ട് പോകാൻ ഭയങ്കര ഉഷാറാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഞങ്ങൾക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. പിന്നെ ഒന്ന് ഒരു കാർഡ്, നമ്മുടെ അവിടെ കാർഡ് ഉണ്ടല്ലോ, കൊച്ചുങ്ങളെ കളിക്കുന്നതിൻ്റെ അവിടെ ഒരു കാർഡ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് എടുത്ത കാർഡിൽ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ തീർക്കാന്നുള്ള പ്ലാനിലൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഇടപ്പള്ളിയിലും കളമശ്ശേരിയിലൊക്കെ ഗതാഗത നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല, പാലത്തിൻ്റെ താഴെ യൂട്ടൺ അടിക്കാനേ പറ്റത്തുള്ളൂ. ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു. ആദ്യമൊക്കെ പാലത്തിൻ്റെ ലെഫ്റ്റിലോട്ട് കയറിയിട്ട് നേരെ സിഗ്നലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ പറവൂർ റോഡിലോട്ട് തിരിയാമായിരുന്നു. പറവൂർ തൃശ്ശൂർ റോഡിലോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ യൂട്ടൺ അടിച്ച് വരാമായിരുന്നു. ഇപ്പോൾ അത് പറ്റത്തില്ല. ഇപ്പോൾ പറവൂർ ഭാഗത്തോട്ട് പറവൂർ തൃശ്ശൂരൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പാലത്തിൻ്റെ താഴ്ന്ന് ലെഫ്റ്റ് പോയിട്ട്, അതായത് ലെഫ്റ്റ് പോയി ആലപ്പുഴ റോഡിലോട്ട് തിരിഞ്ഞ് തിരുവനന്തപുരം ആലപ്പുഴ റോഡിലോട്ട് തിരിഞ്ഞ് അവിടെ പോയി അറ്റത്ത് പോയി യൂട്ടൺ അടിച്ച് വരണം. അങ്ങനെയൊക്കെ ഇപ്പോൾ പറ്റത്തുള്ളൂ. നമുക്ക് ലുലുവിലൊക്കെ പോകുന്നവർക്ക് നേരെ താഴെ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ യൂട്ടൺ അടിച്ച് നേരെ ലുലുവിലോട്ട് കയറാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് ലുലുവിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് പാർക്ക് ചെയ്യണം, വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അകത്തോടെ കയറാൻ. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർഗ്രൗണ്ടിലോട്ടാണ് ഞങ്ങൾ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുകളിലല്ല കേട്ടോ, താഴത്ത് പുതിയ പാർക്കിംഗ് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാർ കൊണ്ട് ആദ്യമായിട്ടോ ഇതിൻ്റെ അകത്തോട്ട് വരുന്നത്. ബൈക്ക് കൊണ്ട് പല വർഷം വന്നിട്ടുണ്ട്, കാർ കൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ എയർപോർട്ടിലെ സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെ. നമ്മുടെ എയർപോർട്ടിലൊക്കെ നമ്മൾ കയറുമ്പോൾ ടൈം നമുക്ക് അടിച്ചു തരും. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എത്ര ടൈം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു, എത്ര ടൈം നമ്മൾ പാർക്ക് ചെയ്തു എന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പൈസ ഈടാക്കുന്നത്. ഇവർക്ക് ഇതും ഒരു കൊട്ടേഷൻ തന്നെയാണ്. നമ്മൾ ടോൾ ബൂത്തൊക്കെ പോകണ തന്നെയാണ് ഇതും. കാരണം ഇതൊരു മാറ്റമില്ല, ഇതിന് നല്ല വരുമാനം ഉണ്ടാകും. കാരണം എത്രങ്ങാനും വണ്ടിയാണ് ഒരു ദിവസം, 1000 വണ്ടിയാണ് ആ പാർക്കിംഗ് ഏരിയയിൽ ഡെയിലി വന്നിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അവരുടെ വരുമാനം തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മുകളിലോട്ട് കയറുകയാണ്. കയറുമ്പോൾ തന്നെ കാണുന്ന ഹൈപ്പർ മാർക്കറ്റ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റൊക്കെയാണ്. അതിൻ്റെ അകത്ത് നല്ല തിരക്കാണ് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിലും നല്ല മുടിഞ്ഞ തിരക്കുണ്ടായിരുന്നു പുറത്തും അകത്തൊക്കെ ആയിട്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആകെ അന്തം വിട്ടു. ഞങ്ങൾ നാൾ കുറവായിരിക്കും എന്നൊക്കെ വിചാരിച്ച ചെന്നേ, പക്ഷെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് കയറുക, അവൻ്റെ കാർഡൊന്ന് ഫ്രീ ആക്കി 0 ആക്കി ഇടണം. അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ 2-3 റൈഡിലൊക്കെ കയറ്റി കാർഡ് ഫ്രീ ആക്കി ഇടണം. പിന്നെ ഇപ്പോൾ താഴോട്ട് നോക്കിയാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അവിടെയാണല്ലോ നമുക്ക് ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ വന്നു കഴിഞ്ഞാലും ഓണം വന്നാലും വിഷു വന്നാലും എന്ത് വന്നാലും അവിടെയാണല്ലോ എല്ലാ ഡിസൈനും വെക്കുന്നത്. ക്രിസ്മസ് അപ്പൂപ്പനും എല്ലാം ഡിസൈൻ ചെയ്ത് വെക്കുന്നത് അവിടെയാണല്ലോ. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ക്രിസ്മസ് ആയി തുടങ്ങിയല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും വെറൈറ്റികൾ ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് താഴോട്ട് നോക്കിയാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. ഇനിയും ക്രിസ്മസിന് ദിവസങ്ങളുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അവിടെ ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഗെയിം സെക്ഷനിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവനൊരു 4-5 റൈഡിലോട്ട് കയറണം, എന്നാലേ നമുക്ക് ആ ക്യാഷ് ഒന്ന് തീർക്കാൻ പറ്റത്തുള്ളൂ. കുറേ ആയി അത് ആ കാർഡ് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത്. അതിൽ ക്യാഷ് ആയിട്ട് 2-3 പ്രാവശ്യം വന്ന് അവന് ഉപയോഗിച്ചതിൻ്റെ ബാക്കി ബാലൻസ് ആണ്. അപ്പോൾ അതോടെ തീർക്കാമെന്ന് വെച്ച് അവൻ ആദ്യം റേസ്, കാറിൻ്റെ റേസിൽ കയറണമെന്ന് പറഞ്ഞ് അപ്പോൾ അവൻ അതിൽ ആദ്യം അവനെ കയറ്റി അവൻ കളിച്ചു തുടങ്ങിയപ്പോഴാണ് അവൾക്കും ചെറിയൊരു ഭ്രാന്ത്. അവൾക്കും ഇത് ചെറിയൊരു സൂക്കടാണ്, ഈ കാറിൻ്റെ ഗെയിം കണ്ടു കഴിഞ്ഞാൽ അവൾക്കും ഇരിക്കണം. അങ്ങനെ ഇപ്പോൾ അവൻ്റെ അത് കഴിഞ്ഞോട്ടെ എന്ന് അവളെ ഇരിക്കാമെന്ന് പറഞ്ഞ് അവനിരുത്തി അവനെ എവിടേക്കോ എങ്ങോട്ടൊക്കെ പോയി ഇടിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ, കൊച്ചുങ്ങളായിട്ട് വരാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്. നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ടാവും എന്നറിയാം, എങ്കിലും നിങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ചിട്ട് എടുത്തതാണ്. അവൻ്റെ അഭ്യാസം കഴിഞ്ഞത് അവള് കയറിയിരുന്നു കേട്ടോ. ഇതൊരു റൈഡിന് 120 രൂപയാണ് കേട്ടോ, ഒരാൾക്ക് ഇരിക്കാൻ 120 രൂപയാണ്. ഒരു 1-2 മിനിറ്റ് ഒക്കെ കഷ്ടം ഉണ്ടാവത്തുള്ളൂ. ഇവളിതിൽ കയറി. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊരു സിൻഡിക്കേറ്റ് മോളുണ്ട്, ആ മോളിലൊന്നും ഇത്ര ഇല്ല കേട്ടോ. അവിടെയൊക്കെ 70 രൂപയൊക്കെ ഉള്ളൂ ഈ സെയിം പ്രൈസിന് വരുന്നത്. ഇവിടെ ലുലുമാൾ ആയതുകൊണ്ടായിരിക്കും എന്തോ അറിഞ്ഞൂടാ, 120 രൂപയാണ്. അവർ 2 പേരും അതിലിരുന്നു. ഇനിയിപ്പോൾ എവിടേക്ക് എന്തൊക്കെ ലുലുമാൾ വന്നെന്ന് പറഞ്ഞാലും ജില്ലയിൽ എല്ലായിടത്തും വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ കൊച്ചി വിട്ടൊരു കളിയില്ല കേട്ടോ. പറയുമ്പോൾ എൻ്റെ നാട്ടിലും പാലക്കാട് ജില്ലയിലും ലുലുമാൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ, ഇതുവരെ പോയിട്ടില്ല. എന്നുവെച്ചാൽ കുറ്റം പറയുന്നതല്ല, പക്ഷെ നമുക്ക് മോൾ എന്താണെന്നുള്ളത് കാണിച്ചു തന്നത് നമ്മുടെ കൊച്ചിയിലെ ലുലുമാൾ തന്നെയാണ്. അപ്പോൾ ഇത് വിട്ടൊരു കളിയില്ല. നമുക്ക് എന്ത് ആഘോഷം ഉണ്ടെങ്കിലും എന്ത് ഇതുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വരും. ഇവിടെ വന്ന് 1-2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് കൊച്ചുങ്ങൾക്കൊക്കെ ഒന്ന് കളിച്ച് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ റിലാക്സ് ആണ്. ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും ഹാപ്പി, നമ്മളും ഹാപ്പി.
അങ്ങനെ നമ്മൾ ഗെയിമോ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറണം. അവിടെ നിന്ന് കയറിയിട്ട് ജസ്റ്റ് വെറുതെ കയറുകയാണ്. അവിടെ വന്നാൽ പിന്നെ അതിൻ്റെ അകത്തൊന്ന് കയറണമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചോ എന്നും പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറുന്നത്. പക്ഷെ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കൊച്ചൊരു ചെറിയ മിഠായി എടുത്ത് അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ അകത്തോടെ ഒന്ന് ഇങ്ങനെ കറങ്ങി കയറി ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പിന് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ് ക്രിസ്മസ് ആയിട്ട്. പക്ഷെ പുറത്തൊന്നും അവർ വെച്ചിട്ടില്ല കേട്ടോ. സാധാരണ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അവർ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. നല്ല നല്ല സെറ്റപ്പ് ആയിരിക്കും. പെരുന്നാളായി കഴിഞ്ഞാലും ഓണായി കഴിഞ്ഞാലൊക്കെ നല്ല അടിപൊളിയായിട്ട് അവിടെ ഡിസൈൻ ചെയ്ത് വെക്കാറുണ്ട് ഓരോന്ന്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് അവിടെ ഇത് കണ്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇനി അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബില്ലൊക്കെ കൊടുത്ത് 2 സാധനങ്ങൾ വാങ്ങിച്ച് ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ കയറുമ്പോൾ നമുക്കൊരു ടൈം അടിച്ചൊരു ബില്ല് തന്നിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ കൊടുക്കണം. നമ്മൾ എത്ര മിനിറ്റ് ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു, എത്ര മിനിറ്റ് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തതെന്നനുസരിച്ചിട്ടാണ് നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടത്. അല്ല ഞാൻ പറഞ്ഞ നമ്മുടെ എയർപോർട്ടിലൊക്കെ സെയിം സിസ്റ്റം തന്നെ. നമുക്ക് അവിടെ ഒരു 20 രൂപ ചിലവായുള്ളൂ കേട്ടോ. നമ്മളൊരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനാണ് പോയത്. അവൾക്കൊരു പാൻറ്റും ബനിയനും എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റുഡിയോയിലാണ് വന്നേക്കുന്നത്. സ്റ്റുഡിയോയിൽ വന്നിട്ട് അവൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്കുള്ള പാൻറ്റൊക്കെ ഇതായി കിട്ടി, പാൻറ്റ് കൈ കിട്ടി. അപ്പോൾ ഒരു ബനിയനും വേണമെന്ന് പറഞ്ഞപ്പോൾ ബനിയനും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങളിത് പെരുന്നാൾക്ക് വന്നായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാൾക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു സാധനം ഇവിടുന്ന് കിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് എടുക്കാതെ തിരിച്ചു പോകേണ്ടി വന്ന്. അന്ന് ഒരു കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ആണുങ്ങളുടെ ഭാഗത്തും പെണ്ണുങ്ങളുടെ ഭാഗത്തും കൊച്ചുങ്ങളെ ഭാഗത്തൊക്കെ നല്ല കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് വെറുതെ വന്ന് തിരിച്ചു പോയി. അന്ന് ഞങ്ങളെ സ്റ്റുഡിയോൻ്റെ ഇതന്നെ ഞങ്ങളുടെ മനസ്സിലൊരു വൃത്തികെട്ട ഷോപ്പ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അതെല്ലാം മാറ്റിമറിച്ചു. നല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വള്ളത്തോളിലാണ് വരുന്നത്. അതായത് കളമശ്ശേരിയിൽ നിന്ന് കാക്കനാട് പോകുമ്പോൾ സീപോർട്ട് എയർപോർട്ടിൽ വള്ളത്തോൾ ജംഗ്ഷനിലാണ് കേട്ടോ ഈ സ്റ്റുഡിയോ വരുന്നത്. ഞങ്ങളിവിടെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. പെരുന്നാൾക്കും അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പെരുന്നാൾക്ക് വന്നപ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനെ വലിയ കളക്ഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല അടിപൊളി കളക്ഷനായിരുന്നു. ഒരുപാട് പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റ് പിന്നെ കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ഷോപ്പ് അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ ഷൂ ഒക്കെ നോക്കി. എനിക്ക് ഷൂ എന്തോ എനിക്ക് പറ്റിയ അത്ര വലിയാണ്ട് കണ്ടില്ല. ഡ്രസ്സ് നല്ല കളക്ഷൻ ഉണ്ട്. ഷൂ പിന്നെ എനിക്ക് അത്രാണ്ട് പറ്റിയില്ല. എന്തോ എൻ്റെ ഇഷ്ടത്തിന് പറ്റിയൊന്നും എനിക്ക് കണ്ടില്ല. ഞാൻ ഒരു ഷൂ എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ 300 രൂപ 150 രൂപ ആ റേഞ്ചിലൊക്കെ ചെരുപ്പുകളുണ്ട്. അതുപോലെ കൊച്ചുങ്ങളുടെ ബനിയനൊക്കെ 179 സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ഇത് ഷർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം വന്ന എന്തായാലും ഞങ്ങൾക്ക് വെർത്തായി. അങ്ങനെ ഞങ്ങളിത് അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അവൾ ബില്ല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് പുറത്തോട്ട് പോവാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.